ഹലോ ഗായ്സ്, നമുക്കിന്നൊരു മട്ടൻ കറി വെച്ചാലോ? കുക്കർ മട്ടൻ കറി വെക്കാം കേട്ടോ. ഒരു കുക്കറിൽ ഞങ്ങളിവിടെ 1 കിലോ മട്ടനാണ് എടുത്തേക്കണത്. അതിന് മട്ടനൊക്കെ കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടിട്ട് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് ചതച്ചിട്ട് കുക്കറിലേക്ക് ഇടാം. പിന്നെ ആവശ്യത്തിനുള്ള പൊടികളാണ് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂണ് മല്ലിപ്പൊടി ഇടണം. മല്ലിപ്പൊടിയുടെ കുരുമുളകിൻ്റെ ഒക്കെ പൊടിയുടെ ടേസ്റ്റ് ആട്ടോ മുന്നിൽ നിൽക്കേണ്ടത്. പിന്നെ ഒരു എരിവിന് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ കുരുമുളക് പൊടി നിങ്ങൾക്ക് ഇഷ്ടത്തിന് ഇടാം. ഞങ്ങളിവിടെ ഒരു 3 ടീസ്പൂണോളം ഇടുന്നുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിൽ സവാള, പിന്നെ ഒരു 2 വലിയ പച്ചമുളക്, പിന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കാം. പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു മട്ടൻ കറിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ആ മിക്സി ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിക്കണുള്ളൂ, വേവാനുള്ള വെള്ളം ഒഴിക്കണുള്ളൂ. നമ്മൾ റോസ്റ്റ് രൂപത്തിലാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കുറച്ച് കാശ്മീർ മുളക് പൊടി ഇടണേ, ഒരു കളറിന് ഒരു നമ്മൾ ഈ വീഡിയോക്ക് മാത്രം ഇടാണേ, ആവശ്യമില്ലാത്തവർക്ക് ഇടണ്ട. പിന്നെ വേപ്പിൻ്റെ ഇല ഇടാം. പിന്നെ ഞങ്ങൾ മറന്നു പോയതാണ്, ഞങ്ങളൊന്ന് വെന്തിട്ടാണ് ഞങ്ങൾക്ക് ഓർമ്മ വന്നത്. 1 ടീസ്പൂൺ വലിയ ജീരകം, 2 ടീസ്പൂണ് ചെറിയ ജീരകം, 1 ടീസ്പൂണ് ഉലുവയും. അതിൻ്റെയൊക്കെ നല്ല ഫ്ലേവർ മുന്നിൽ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെയൊക്കെ മെയിൻ ഫ്ലേവർ അതൊക്കെ തന്നെയാണ്. എന്നിട്ട് നമുക്ക് മട്ടൻ വേവണ ഒരു 5-10 വിസിൽ വരണം. മട്ടനൊക്കെ ഒന്ന് വെന്ത് സെറ്റ് ആവണ്ടേ. അപ്പത്തിന് നമുക്ക് ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതൊക്കെ ആവശ്യത്തിനുള്ള ചെറിയുള്ളി എത്രയോ ഇടണം, അത്രയും ടേസ്റ്റ്. ഞങ്ങളൊരു 5-6-8-10 വലിയ അത്യാവശ്യം സൈസിലുള്ള ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. വേപ്പിൻ്റെ ഇല ഇടന്നിട്ട് അതൊന്ന് മൂത്താൽ നമ്മൾ ഈ മട്ടൻ കറിയായത് അതിലേക്ക് തട്ടിക്കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിള വരണേ. എന്നിട്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടി മുളക് പൊടിയുടെ ആവശ്യമുള്ള കുരുമുളകിൻ്റെ പൊടിയുടെ ആവശ്യമുണ്ടാവുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടിയും കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതേ നമ്മൾ അടിപൊളി ഈസി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് പറയണം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച്.